അത് പഞ്ചപാണ്ഡവരെ ദുര്യോധനൻ അരക്കില്ലത്തിൽ താമസിപ്പിക്കുകയാണ് കുന്തിയോടുകൂടി. ഈ അരക്കില്ലത്തിൽ തീ വെപ്പിച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമമാണ്. അപ്പോൾ ഈ വിവരം ആദ്യം ആശാരിയുടെ അടുത്ത് പറഞ്ഞു വിടാണ്, ധർമ്മപുത്രരുടെ അമ്മാവൻ. അപ്പോൾ ആശാരി അത് ധർമ്മപുത്രന്റെ അടുത്ത് വന്ന് പറയണ ഭാഗമാണ് ഞങ്ങളെന്ന് അവതരിപ്പിച്ചത്. പഞ്ചപാണ്ഡവരുടെ അരക്കില്ലം കത്തും മുന്നേ ആശാരി എത്തി. ധർമ്മപുത്രർക്കരികിലേക്ക് വിതുരർ പറഞ്ഞയച്ച ആശാരി കേരള സ്കൂൾ കലോത്സവത്തിലെ കഥകളി ഗ്രൂപ്പിനത്തിൽ പതിവ് കാഴ്ചയ്ക്ക് വ്യത്യസ്തമായിരുന്നു ധർമ്മപുത്രരും ആശാരിയും. ഇരുവരും വേദിയിൽ നിറഞ്ഞു നിന്നു. കഥകളിക്ക് പൊതുവെ ആള് കുറവെന്ന ചൊല്ലെ മാറ്റിയെടുത്തു ഇരുവരും. അതായത് ഓരോ പദത്തിൻ്റെ ഇടയിലും കലാശങ്ങളുടെ കോർത്തിണക്കി കൊണ്ടാണ് ഇതിൻ്റെ രംഗം ചെയ്യുന്നത്. ചടുലവും ചലനവുമായ കലാശങ്ങൾ കുറേ വരുന്നു, 8 വരുന്നുണ്ട്. ആശാരി എന്ന വേഷം വരുമ്പോൾ ലോകധർമ്മിയും നാട്യധർമ്മിയും ഉപയോഗിക്കുന്നുണ്ട്. ലോകധർമ്മിക്കാണ് ഇവിടെ പ്രാധാന്യം. ആശാരി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റാണ്. കഥകളി എന്ന് പറയുന്ന കുറേ പേര് കാണാതിരിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ അത് ഇങ്ങനെ കലോത്സവ വേദിയിലൂടെ കാണിക്കുന്നത് ഒരു സന്തോഷമാണ്. ധർമ്മപുത്രർ സൗമ്യനായി ആശാരിയെ കേട്ടതും ചടുലമായ ചലനങ്ങളാൽ ആശാരി തന്റെ വരവിന്റെ കാരണം പറഞ്ഞതും കൂടി നിന്ന സദസ്സും ശ്രദ്ധയോടെ കേട്ടു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം തലസ്ഥാന നഗരിയിൽ നിന്നും റിപ്പോർട്ടർ സുനിഷ യെല്ലോ, ഇൻ റിപ്പോർട്ടർ.